പണിയില്ലാതെ നടക്കുന്ന രാഘവും ശിങ്കിടികളും ഒരു പുതിയ ഗ്രൗണ്ടിലേക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോയി. അവർ ആ സ്ഥലം ക്ലീനാക്കി സ്റ്റമ്പ് കുത്തിയിട്ട് മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല. അന്നേരം രാഘവ് ഒരു കരികൽ കൊണ്ടുവന്ന് അത് അടിച്ചു കയറ്റി. അത് കൊണ്ടത് ആ സ്ഥലത്ത് കുഴിച്ചിട്ട ആളുകളെ ദേഹത്തേക്കാണ്. അന്നേരം അവിടെ മുഴുവൻ കൊടുങ്കാറ്റ് വീശി. എല്ലാവരും പേടിച്ച് അവിടെ നിന്ന് ഓടി. രാഘവാണെങ്കിൽ സ്റ്റെമ്പ് എടുത്ത് വീട്ടിലേക്കും പോയി. വീട്ടുകാരൻ്റെ ബാഗ് ചീഞ്ഞു നാർന്നു എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് സ്റ്റെമ്പ് കഴുകിപ്പിച്ചു. ആ വാഷ് ബേസിൽ നിന്ന് മരിച്ച ആളുകളുടെ മുടി വലുതായി വന്നു. പക്ഷെ ആരും കണ്ടില്ല. രാഘവന് ഒറ്റയ്ക്ക് നടക്കാനും കിടക്കാനും പേടിയായിട്ട് അമ്മയുടെ കൂടെയാണ് കിടപ്പ്. രാത്രി വീട്ടിൽ എന്തോ ഒച്ച കേട്ട് അമ്മ പുറത്തിറങ്ങി നോക്കി. പലതും കണ്ട് പേടിച്ചു. അടുത്ത ദിവസം ചേട്ടന്റെ ഭാര്യ രാത്രി വീട്ടിൽ പ്രേതത്തെ കണ്ടുപിടിച്ചു. അമ്മയും ഏട്ടത്തെയും കൂടി ഒരു പണിക്കരുടെ വീട്ടിലേക്ക് പോയി. രാത്രി വീട്ടിലേക്ക് വന്നു. തേങ്ങ വെച്ച് ചോര എത്തിച്ചു. പശുവിനെയും കൊണ്ടുവന്ന് കുറെ ടെസ്റ്റുകൾ ചെയ്തു. പ്രേതത്തെ നേരിട്ട് കണ്ടപ്പോൾ കൺഫേം ആയി. ഒരു ദിവസം എല്ലാവരും കൂടി കടയിൽ പോയപ്പോൾ രാഘവ് പെണ്ണുങ്ങളുടെ സാരി എടുത്ത് നല്ല ഇറക്കാന്ന് ചോദിച്ചു. വീട്ടിൽ വന്ന് ഡൗട്ട് അടിച്ച ഏട്ടത്തി രാഘവിനെ പോയി നോക്കിയപ്പോൾ അവൻ ഏട്ടത്തിയുടെ വളയിട്ട് നല്ല ഇറക്കാന്ന് പിന്നെയും ചോദിച്ചു. അടുത്ത ദിവസം രാത്രി രാഘവ് പെണ്ണുങ്ങളെ പോലെ മഞ്ഞൾ തേച്ച് കുളിക്കുന്നത് കണ്ട് എല്ലാവരും കൂടി വട്ടം കൂടി ചോദിച്ചു. അന്നേരം രാഘവ് ആളാകെ മാറി. മൂന്നാളുകളെ പോലെ പെരുമാറാൻ തുടങ്ങി. എല്ലാവരും കൂടി അവനെയും കൂട്ടി ബാധ ഒഴിപ്പിക്കുന്ന ഒരു മൊയിലാർക്കയുടെ അടുത്തേക്ക് പോയി. അയാളും ബാക്കിക്കാരും കൂടെ ബാധ ഒഴിപ്പിക്കാൻ രാഘവന്റെ വീട്ടിലേക്ക് വന്നു. എല്ലാവരും രാഘവ് പേടിപ്പിച്ചപ്പോൾ പക്ഷെ ഒരു മൊയിലാർക്ക് പേടിക്കാതെ അവന്റെ ദേഹത്ത് നിന്ന് പ്രേതത്തെ പുറത്തിറക്കി. പ്രേതത്തെ നിർബന്ധിച്ചപ്പോൾ പ്രേതം ഫ്ലാഷ് ബാക്ക് പറഞ്ഞു. പ്രേതത്തിന്റെ പേരാണ് കാഞ്ചന എന്ന്. അവരൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അവളെയും അവളുടെ കുടുംബത്തെയും ഒരാൾ സ്ഥലത്തിന്റെ പേരും പറഞ്ഞ് വഞ്ചിച്ച് ചതിച്ച് അവളെ കൊല്ലുന്നു. എന്നിട്ട് ആ സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടു. അവരെ കൊല്ലാനായാണ് പ്രേതമായി മാറിയത്. പക്ഷെ ഇപ്പോൾ മൊയിലേരിക്ക ഒരു ചരടായി രാഘവിന്റെ കയ്യിൽ കെട്ടി. അതുകൊണ്ട് പ്രേതം ഒന്ന് ഒതുങ്ങി. ഫ്ലാഷ് ബാക്ക് കേട്ട് സെന്റി അടിച്ച രാഘവ് ചരടഴിച്ച് പ്രേതത്തെ പുറത്തുവിടുന്നു. അവരെ ആ പ്രേതം കൊന്നുകളയുന്നു.